ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ IPL തുടരെ രണ്ടാമത്തെ മത്സരത്തിലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ്. പുതിയ നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ് IPL കിരീട വരൾച്ചയ്ക്ക് അറുതിയിടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട മട്ടാണ്. IPL 17ാം സീസണിൽ തുടർച്ചയായ രണ്ടാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ. പോയിന്റ് പട്ടികയിൽ അവർ 9ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. ഹർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയാണ് മുംബൈയുടെ ഒരു പതനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നായകനെന്ന നിലയിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം ചില മണ്ടത്തരങ്ങൾ കാണിച്ചിരുന്നു. ബൗളർമാരെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിൽ ഹർദിക് വീണ്ടും പരാജയപ്പെടുകയായിരുന്നു. അതിനിടെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള മത്സരശേഷം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി മുംബൈ ടീം ഉടമ ആകാശ് അംബാനി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. വളരെ അസ്വസ്ഥതയിലും നിരാശയിലുമാണ് രോഹിത് ഈ വീഡിയോയിൽ കാണപ്പെട്ടത്. ആകാശുമായും മുംബൈ സപ്പോർട്ട് സ്റ്റാഫ് അംഗവുമായും അദ്ദേഹം ഏറെ നേരം ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതോടെ ഹർദിക്കിന്റെ നായകസ്ഥാനം ഈ സീസണിന് മുമ്പ് തന്നെ തെറിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരമൊരു കടുത്ത തീരുമാനം മുംബൈ ടീം മാനേജ്മെന്റ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രോഹിത്തിനെ മാറ്റി ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. സീനിയർ താരങ്ങളടക്കം ടീമിലെ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ അസംതൃപ്തരും നിരാശരുമാണ്. കൂടാതെ യുവതാരങ്ങളുടെയും പിന്തുണ രോഹിത്തിനാണ്. വളരെ ചുരുക്കം പേർ മാത്രമേ ഹർദിക്കിനോടൊപ്പമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രോഹിത്തിനെ അനുകൂലിക്കുന്നവരാണ്. മുംബൈ ടീമിനകത്തെ ഈ ഒരു ഭിന്നിപ്പ് തന്നെയാണ് ഈ ഒരു സീസണിലെ മോശം പ്രകടനത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഹർദിക്കിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത് മുതൽ ആരാധകരും പൂർണ്ണമായി മുംബൈക്ക് എതിരായി കഴിഞ്ഞു. മുംബൈയുടെ 2 മത്സരങ്ങളിലും ഇത് പ്രകടമാവുകയും ചെയ്തു. വലിയ തോതിലുള്ള കൂവലും പരിഹാസവുമാണ് ഹർദിക്കിനെ നേരിടേണ്ടി വന്നത്. കൂടാതെ രോഹിത്തിന്റെ പേര് കളിയുടെ പല ഘട്ടത്തിലും കാണികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ടീം നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഹർദിക്കിനെ വിമർശകരുടെ വായടപ്പിക്കാമായിരുന്നു. പക്ഷേ മുംബൈ ടീം തോൽവികൾ തുടർക്കഥയാക്കിയതോടെ അദ്ദേഹം ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തുടർന്നും മുംബൈക്ക് തിരിച്ചടികൾ നേരിടുകയാണെങ്കിൽ ഹർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുക ദുഷ്കരമായി മാറും. ടീമിനെ രക്ഷിക്കുന്നതിനൊപ്പം നഷ്ടമായ ആരാധക പിന്തുണ വീണ്ടെടുക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തിനെ മാറ്റുകയല്ലാതെ മുംബൈ ടീം മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികൾ കാണുകയുമില്ല.